ഒരു കൺവേർഷൻ ആയിരുന്നു അല്ലേ. അതായത് ഒരു നമ്പർ അതിനെ ബേസ് 10 നിന്ന് ബേസ് 2 8 16 ഇത് നമ്മൾ പഠിച്ചു. അതേപോലെ ഇതിൽ നിന്ന് ബേസ് 10 കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പം ഇതിനു വേണ്ടി നമ്മൾ ചെയ്തത് എന്താണ്? ബേസ് 10 നിന്ന് 2ഉം 8ലേക്കും 16ലേക്കും ആവാൻ നമ്മൾ എന്താ ചെയ്തത്? ഡിവിഷൻ അല്ലേ, റിപ്പീറ്റഡ് ഡിവിഷൻ. ഓക്കെ, ബേസ് 10 ചെയ്യാൻ എന്താ ചെയ്തത്? അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് ഓരോ ഡിജിറ്റിൻ്റെയും വെയിറ്റ് എടുത്തിട്ട് ഇൻറ്റു ചെയ്യല്ലേ. ആ ഡിജിറ്റ് ഇൻറ്റു എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടെ സമ്മ് കാണാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടത്? ബേസ് 10 മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊരു ഫ്രാക്ഷൻ ഇല്ലാത്ത നമ്പർ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്, ജസ്റ്റ് ഹെഡിങ് ആയിട്ട് എഴുതിക്കോളൂ, കൺവേർഷൻ ഓഫ് എ ഡെസിമൽ ഫ്രാക്ഷൻ to any base. Conversion of a decimal fraction to any base. നോട്ടായിട്ട് എഴുതിക്കോളൂ. To convert a decimal fraction to its binary equivalent. To convert a decimal fraction to its equivalent in any base. To convert a decimal fraction to its equivalent in any base. To convert a decimal fraction to its equivalent in any base. To convert a decimal fraction to its equivalent in any base. A technique of successive multiplication by 2 is used. A technique of successive multiplication by 2 is used. A technique of successive multiplication by 2 is used to convert a decimal fraction to its equivalent in any base. A technique of successive multiplication by 2 is used. Multiplication by 2 എന്ന് മാത്രം എഴുതിയാൽ പോരാ, by 2 or 8 or 16. by 2 is used എന്നല്ല എഴുതിയിട്ടുള്ളത്. 2 എന്ന് മാത്രം എഴുതിയാൽ പോരാ, 2 or 8 or 16 is used. Multiplication by 2 or 8 or 16 is used. The integer part is noted down. After the multiplication. The integer part is noted down after the multiplication by 2. The integer part is noted down after the multiplication by 2 or 8 or 16. The integer part is noted down after the multiplication by 2 or 8 or 16. The integer part is noted down after the multiplication by 2 or 8 or 16. The integer part is noted down after the multiplication by 2 or 8 or 16. At each stage,
at each stage, and the remainder new fraction 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 is used for the multiplication and the remainder new fraction and the remainder new fraction is used for the multiplication at the next stage, and the remainder new fraction is used for the multiplication at the next stage, and the remainder new fraction is used for the multiplication at the next stage. നിങ്ങളെല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ഒരു ഡെസിമൽ ഫ്രാക്ഷന് എങ്ങനെയാണ് ബേസ് ടൂലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഡെസിമൽ ഫ്രാക്ഷനെ ബേസ് ടൂലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഡെസിമൽ ഫ്രാക്ഷനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതാണോ നമ്പർ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു നമ്പർ കിട്ടും. സപ്പോസ് സംതിങ് ലൈക്ക് x ഡോട്ട് ഓക്കെ I'll explain with ശരിക്കുള്ള ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അതായിരിക്കും ബെറ്റർ. സപ്പോസ് 0.81 നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അത് തന്നെ പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു നമ്പർ, ഇതിനെ എനിക്ക് 2ലോട്ട് കൺവേർട്ട് ചെയ്യണം, ബേസ് 2ലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ അതിനെ നമ്മുടെ ഫ്രാക്ഷൻ, ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ, ദെൻ അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ, നമുക്ക് ബേസ് 2ലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇതിപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1.625 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ വന്നിരിക്കുന്ന ഈ ഡിജിറ്റ് പോർഷനിൽ വന്നിരിക്കുന്നത് ഏതാണോ അതിനെ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമ്മൾ ബാക്കിയുള്ള ഭാഗം റിമൈൻഡർ ന്യൂ ഫ്രാക്ഷൻ, എനിക്ക് എഴുതാനൊരു ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? എനിക്ക് ടേബിൾ ശരിയാവും. റിമൈൻഡർ ന്യൂ ഫ്രാക്ഷൻ, പുതിയ റിമൈൻഡർ അതെന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ ഈ 1 കുറച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ 0.625 എന്നാവും. നമ്മളെ ഇൻറ്റിജർ ആണ്, ഇൻറ്റിജർ പാർട്ടാണ്, ഇങ്ങനെയായിട്ട് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ആ ഫ്രാക്ഷനെ ഏത് ബേസിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പം നമ്മൾ ബേസ് 2ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഈ പോർഷനിൽ, ഇൻറ്റിജർ പോർഷനിൽ ഏതാണോ വരുന്നത് അത് നമ്മൾ എടുത്ത് എഴുതുക. ദെൻ അതിൻ്റെ റിമൈൻഡർ ഫ്രാക്ഷൻ എത്രയാണോ വരുന്നത് അത് എടുക്കുക. ദെൻ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ന്യൂ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്നിട്ട് അതിനെ അഗൈൻ എന്ത് ചെയ്യുക, നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് 1.25 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ മനസ്സിലാവും 1.25. അപ്പോൾ അതിൽ ഇൻറ്റിജർ പാർട്ട് 1 ആണ്, അത് നമ്മൾ എടുത്ത് എഴുതി. നമ്മൾ ന്യൂ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.25. ദെൻ അഗൈൻ 0.25നെ നമ്മൾ എടുത്തു.
ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, അഗെയിൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് 0.5 എന്ന് കിട്ടും. ആ 0.5 നമ്മൾ അതിൽ ഇൻറ്റിജർ പാർട്ടായിട്ട് വരുന്നത് 0 ആണ്. സോ നമ്മൾ 0 കൊടുത്ത് എഴുതി. നമ്മൾ റിമൈൻഡർ ന്യൂ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.5 ആണ്. സോ 0.5 എഴുതി. പിന്നെ അഗെയിൻ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1.0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 0 ആയി ഇവിടെ വരും. ഇത് കിട്ടും. ഇത് നമ്മുടെ LSB ആണ്, നേരത്തെ പറഞ്ഞ പോലെ LSB. ഇത് നമ്മുടെ MSB. അങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇത് നേരെ ഇങ്ങനെയാണ് വരുന്നത്, അതിന്റെ ഡയറക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇത് കിട്ടുമ്പോൾ 0.1101 എന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. ഇത് എഴുതിയെടുക്കുക. അപ്പോൾ നമ്മൾ 0.8125 ബേസ് 10 അതിന്റെ ഇക്വാലന്റ് ആയിട്ട് വരുന്ന ഇത് ഏതാണ്? 0.1101 ബേസ് 2 ആണ് വരുന്നത്. എല്ലാവരും ഇത് എഴുതിയെടുക്കൂ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് ചോദിക്കുക. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, ഓരോരുത്തരുടെ പേര് വിളിച്ച് ചോദിക്കും എന്താ ആൻസർ കിട്ടിയതെന്ന്. മാം MSB LSB എന്താ? MSB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, LSB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ഈ 1ന് മോസ്റ്റ്, ഇതാണ് നമ്മുടെ MSB. ഇവിടെ അതിന് നമ്മളെ പൊസിഷനനുസരിച്ച് സിഗ്നിഫിക്കൻസ് കൂടും. ഇപ്പോൾ നമ്മളൊരു ഇതെടുക്കണം, ഒരു സാധാരണ ഒരു ബൈനറി നമ്പർ 10101 ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും സിഗ്നിഫിക്കൻസ് കൂടുതലുള്ളത് ഇതിനാണ്. വെയിറ്റ് സെക്കൻഡ്. NSSന്റെ സംഭവം ഒരു രക്ഷയില്ല. 10 വർഷത്തെ അധ്യാപനം പറഞ്ഞു എന്ത് ചെയ്യണം. ആദ്യത്തെ പോയിന്റ് തന്നെ ശരിയായി. ആദ്യത്തെ പോയിന്റ് തന്നെ ശരിയായി. നമ്മൾ ഔട്ടാക്കി. ക്ലാസ്സിലെ അപ്പൊ MSB എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കന്റ്, ഇവിടെ ഇപ്പോൾ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബിറ്റ് ഇതാണ്. ഇവിടെ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത് ഈ ബിറ്റാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, ഇതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മോസ്റ്റ് സിഗ്നിഫിക്കന്റ്. അപ്പോൾ ഇത് ഇവിടെ വരും, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ, ഇതെല്ലാവരും എഴുതിയെടുത്തോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ, എഴുതാത്തവർ പറയാം. ഞാനൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. .635 ഇതിനെ എല്ലാവരും ബേസ് 2 കൺവേർട്ട് ചെയ്യാം. ബേസ് 2 കൺവേർട്ട് ചെയ്യാം. 0. എല്ലാവരുടെയും കയ്യിൽ കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ചുമ്മാ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. കാൽക്കുലേറ്ററിന് ആവശ്യം, ഇനി അങ്ങോട്ട് 8ഉം 16 വരുമ്പോൾ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. കൺവേർട്ട് ചെയ്യാം കേട്ടോ.
ഞാൻ ആരുടെയും ഒരാളുടെ പേര് വിളിക്കും, അവർ ആൻസർ പറയേണ്ടി വരും. എന്തായി? അരുൺ ഗോവിന്ദ് പറയൂ. മാം ചെയ്തോണ്ടിരിക്കാണ്. ഓക്കെ, ആരുടെയും കഴിഞ്ഞതുണ്ടോ? ആരുടെയും കഴിഞ്ഞിട്ടില്ലേ?
അഭിനന്ദന കഴിഞ്ഞോ? ദീപ്ത മാം ന്യൂ ഫ്രാക്ഷൻ 0 ആവുന്നവരെ ചെയ്യണ്ടേ? എങ്ങനെ? റിമൈൻഡർ ന്യൂ ഫ്രാക്ഷൻ 0 ആവുന്നവരെ ചെയ്യണ്ടേ? ആ ചെയ്യണം. ഓക്കെ മിസ്. പക്ഷെ ഇതിലും എളുപ്പം മെത്തേഡ് തന്നെയല്ലേ ഇൻറ്റ് ചെയ്യുന്നത്? എങ്ങനെ? പവർ ഇട്ട് ചെയ്യുന്നത് ഇതിലും എളുപ്പം പവർ ഇട്ട് ചെയ്യുന്നല്ലേ? പവർ റേസ് ടു 2 വെച്ച് ചെയ്യില്ലേ? 1 0 1 2 റേസ് ടു വെച്ച് ഒന്ന് ചെയ്യാല്ലേ? അതല്ലേ ഇതിലും എളുപ്പം? അതിൽ എളുപ്പോ? ചെയ്യുമ്പോ എങ്ങനെയാ നിനക്കൊക്കെ കിട്ടുന്നത്? അല്ല ഇത് കൺവേർട്ട് ചെയ്യല്ലേ ബേസ് 10 ടു 2ലേക്ക്? ആ ആണ്. അന്നപ്പോ ഇത് അതായത് 8 into 2 raised to -1 വെച്ച് അങ്ങനെ ചെയ്യൂലേ? അതല്ല എളുപ്പം? 2 raised to -1 വെച്ചിട്ടോ? അത് ഇയാൾ അങ്ങനെ കിട്ടുന്നുണ്ടോ? പ്ലസ് 1 into 2 raised. ആ മിസ് ഡെസിമൽ വരുന്നത് പോയിന്റിന് ശേഷം വരുമ്പോൾ ഇൻറ്റു 2 raised to -2 raised to 0 2 raised to -1 2 raised to -3 വെച്ച് ചെയ്ത് പോയാൽ പോരെ? അത് അങ്ങനെയല്ല, അത് ബൈനറിയിൽ നിന്ന് ഡെസിമലിലോട്ട് ആക്കുമ്പോഴാണ് അത് വരുന്നേ ഉള്ളൂ. ഓക്കെ മിസ്. ഇത് നമ്മള് ഡെസിമലിൽ നിന്ന് ബൈനറിയിലോട്ട് ആക്കുന്നതാണ്. ഇത് ബൈനറിയിൽ നിന്ന് ഡെസിമലിലോട്ട് ആക്കുന്നതാണ് നിങ്ങളിപ്പോ പറഞ്ഞത്. ആരെങ്കിലും ഫിനിഷ് ചെയ്തുവോ? ഇത് വേറൊരു കുഴപ്പമുണ്ട്, ഞാനിപ്പോഴാ ശ്രദ്ധിച്ചേട്ടോ. ഇത് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോവും. അപ്പൊ നമ്മള് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ജസ്റ്റ് നിങ്ങൾ ഒരു 6 7 ഡിജിറ്റ്സ് വരെ ചെയ്താൽ മതി. ഞാനിപ്പോഴാണ് കണ്ടത്. ജസ്റ്റ് 0.635 അതിനെ നമ്മൾ ചെയ്യുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.27 കിട്ടും. അതിൽ 1 എടുത്ത് മാറ്റിയാൽ ബാക്കി 0.27. ദെൻ 0.27 വീണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 0.54. ദെൻ നമുക്ക് 0.54 കിട്ടും. അപ്പോൾ അത് 0 ആണ് വരുന്നത്. ഇതുവരെ ചെയ്തത് ശരിയല്ലേ നോക്കുക. 0.54 2 ചെയ്യുമ്പോൾ നമുക്ക് 1.08 കിട്ടും. അപ്പോൾ നമുക്കതിന് 0.08 ദെൻ 1 ദെൻ 0.08 അഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക്
0.16 കിട്ടും. 16 കിട്ടുമ്പോൾ നമ്മൾ 0.16 തന്നെ വരും. ദെൻ 0 നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് അതുപോലെ ഞാൻ എഴുതുകയാണ്. 0.16 അഗൈൻ ചെയ്യുമ്പോൾ 0.32. സോ 0.32 0 അഗൈൻ 0.32 ചെയ്യുമ്പോൾ നമുക്ക് 0.64 കിട്ടും. 0.64 അഗൈൻ 0. ദെൻ 0.64 ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.64 ചെയ്യുമ്പോൾ നമുക്ക് സംതിങ് ലൈക്ക് 1.28 കിട്ടും. അപ്പോൾ നമ്മൾ 0.28 എഴുതുന്നു. ദെൻ 1. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇങ്ങനെ ഇത്രയും ചെയ്താൽ മതി. അങ്ങനെ നല്ല കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 0.101 അപ്രോക്സിമേറ്റ് ആയിട്ട് എഴുതുക ചെയ്യുന്നത് അത്. ഓക്കെ, അതിന് ഇക്വാലൻറ്റ് ഇക്വലല്ല ഇക്വാലൻറ്റ് 635 അപ്രോക്സിമേഷൻ 10 2. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോ ഞാനിനി ഒരു ക്വസ്റ്റ്യൻ തരാണ്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് 12.625 ഇതിനെ ഒന്ന് ബേസ് 10 ഇതിനെ ഒന്ന് അതിൻ്റെ ഇക്വാലൻറ്റ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. 12.625 പെട്ടെന്ന് ചെയ്യാൻ പറ്റും, വേഗം ചെയ്തോളൂ. 12.625 ആദ്യം 12നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ 625നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഒന്ന് ഇവിടെ റിപ്പീറ്റഡ് ഡിവിഷൻ വരും, ഇവിടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനും വരും. ഓക്കെ, വേഗം ചെയ്യാം. ഹലോ മിസ്, ആ ഈ ക്ലാസ് മിസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമോ? അർജന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകണമായിരുന്നു. എന്താണ് അത് ഒരു പൈസ കൊണ്ട് കൊടുക്കാൻ പോകണം. അത്? ക്ലാസ് കഴിഞ്ഞിട്ട് കൊണ്ടേ കൊടുത്താൽ പോരെ? അത് അവിടെ ബാങ്ക് കൊടുക്കാനാണ്, അപ്പൊ അർജന്റാന്ന് പറഞ്ഞു. എങ്ങനെ? ബാങ്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അർജന്റാന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. പൊക്കോളൂ, എനിക്ക് വിഷയമൊന്നുമില്ല. കോളേജിലായിരുന്നെങ്കിൽ ഇയാൾ എന്താ ചെയ്യാന്ന് അതിനനുസരിച്ച് ചെയ്തോളൂ. ഓക്കെ, മിസ് ക്ലാസ് അപ്ലോഡ് ചെയ്യോ? ആ യെസ്, അപ്ലോഡ് ചെയ്തു. താങ്ക് യു മിസ്. മാം ഫ്രാക്ഷൻ ഇൻറ്റു 2 ഇല്ലേ, അത് 1 മാത്രം കിട്ടിയെങ്കിൽ റിമൈൻഡർ ന്യൂ ഫ്രാക്ഷൻ എന്താ കിട്ടുക? ഫ്രാക്ഷൻ ഇൻറ്റു 2 ഇല്ലേ, അത് 1 മാത്രം കിട്ടിയെങ്കിൽ റിമൈൻഡർ ന്യൂ ഫ്രാക്ഷൻ എന്താ കിട്ടുക? റിമൈൻഡർ 1 വരും. 0 അല്ലേ വരിക? ഇല്ലല്ലോ, അത് അതോടുകൂടി നിർത്താം. ഓക്കെ മാം. അപ്പൊ നിങ്ങൾ നോക്കുക. ഇപ്പൊ എത്ര കിട്ടി? ഇയാൾ പറയൂ. ഇപ്പൊ ചെയ്ത ആള്, ഇപ്പൊ പറഞ്ഞ ആള് ആരാ? ആള് പറയൂ എത്ര കിട്ടിച്ച.
12ന് എന്താ കിട്ടിയത്? 25 കിട്ടിയ ഇന്റിജർ. 625ന്റെ എന്താ കിട്ടിയത്? എങ്ങനെ എനിക്ക് 25 ഇന്റിജർ കിട്ടിയേ. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തേ. ഇന്റിജറോ? ആ അല്ല, അതിന്റെ ബൈനറി ഇക്വാലന്റ് എന്താ വരുന്നത്? ബൈനറി ആയിട്ട് കിട്ടിയിട്ടില്ല. തെറ്റാൻ തോന്നുന്നുണ്ട് എന്താ ചെയ്ത്. എനിവൺ? മാം ആൻസർ 1100.101 ആണോ? 12ന് എന്താ കിട്ടിയത്? ഇതിന് 1100. 00. പിന്നെ 625ന് 101. 101. കിട്ടാത്തവരെ ശ്രദ്ധിക്കുക എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. ആദ്യം നമ്മൾ 12നെ കൺവേർട്ട് ചെയ്യണം. 12നെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 12നെ ഡിവൈഡ് ചെയ്യാം 2 കൊണ്ട്. അപ്പൊ നമുക്ക് 6 കിട്ടും. 6 അത് റിമൈൻഡർ ആയിട്ട് വരുന്നത് 0. വീണ്ടും 2, 3, 0. then 2, 2, 1 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12ന്റെ ഇക്വാലന്റ് ആയിട്ട് 1100 കിട്ടും. then 0.625. 625ന് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുക? നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. 625 into 2 എത്ര കിട്ടുന്നത്? അപ്പൊ 1.25 കിട്ടും. 1.25 കിട്ടുന്ന സമയത്ത് നമ്മൾ 1 ഇവിടെ മാറ്റി എഴുതുന്നു. 0.25. then 0.25നെ അഗെയിൻ നമ്മൾ ഇൻറ്റു ചെയ്യുന്നു അല്ലേ? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ നമുക്ക് 0.5 കിട്ടുന്നു. അപ്പൊ നമ്മൾ അതിലെ ഇൻഡിജർ പാർട്ട് ഏതാ വരുന്നത്? 0. നമ്മൾ 0 മാറ്റി എഴുതുന്നു. then 0.5. then 0.5നെ അഗെയിൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 1.0 കിട്ടുന്നു. അപ്പൊ നമ്മൾ അതിലെ ഇൻഡിജർ പാർട്ട് 1 ഇവിടെ എടുത്ത് എഴുതുന്നു. നമുക്ക് ബാക്കി 0 ആണ് കിട്ടുന്നത്. അതോടുകൂടി തീർന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് MSB, ഇത് LSB. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണ്? 1, 1, 2 അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് കിട്ടുന്നത് എന്താണ്? 12.625 എന്ന് പറയുമ്പോൾ ബേസ് 10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1100.1012. നിങ്ങളത് മറന്നു പോകരുത്. ഇത് കുറെ കൺവേർഷൻ ഉള്ള കാരണം, പക്ഷെ ഇതിനെല്ലാത്തിനും ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ട്. ഒന്ന് പഠിച്ചാൽ ഒന്നിന്റെ എല്ലാ കൺവേർഷനും പഠിച്ചു. അപ്പൊ ഏതെങ്കിലും ഒരു ബേസിന്റെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. നാളേക്ക് ചെയ്യാം. എഴുതിക്കോളൂ. കൺവേർട്ട് ഫോളോവിങ് റിയൽ ബൈനറി നമ്പർ, കൺവേർട്ട് ഫോളോവിങ് ഡെസിമൽ നമ്പേഴ്സ് ടു ഇക്വാലന്റ് ബൈനറി നമ്പേഴ്സ്. ഹോംവർക്ക് ആണ്. എന്തായാലും ചെയ്തിട്ട് എനിക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം. എല്ലാവരും സെൻഡ് ചെയ്യണം. Convert the following decimal numbers to its equivalent binary numbers. ഇതിലെ ഫസ്റ്റ് വൺ വരുന്നത് 17.71875. രണ്ടാമത്തത് 50.7. തേർഡ് വൺ 74.635. ഫോർത്ത് വൺ 100.5. ഇത്രയും ചെയ്തിട്ട് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നാളെയല്ലേ എനിക്ക് പറഞ്ഞിരിക്കുന്നത്? മൺഡേയും വെനസ്ഡേ അല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം.
നിങ്ങൾക്ക് അപ്പം നാളെ ഉണ്ടാവും. അപ്പം ഇന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അയക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബാക്കി നമുക്ക് നാളെ എടുക്കാം. താങ്ക് യു മാം.